2024 പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മാർക്ക് സക്കർബർഗിന്റെ പരാമർശത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കിടെ ഇന്ത്യയോട് മാപ്പ് ചോദിച്ചു മെറ്റ ഇന്ത്യയുടെ പബ്ലിക് പോളിസി വിഭാഗം വൈസ് പ്രസിഡന്റ് ശിവനാഥ് തുക്രലാണ് മാപ്പപേക്ഷയുമായി രംഗത്തെത്തിയത്. വിഷയത്തിൽ മെറ്റയ്ക്ക് സമൻസ് അയക്കുവാൻ കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി സമിതി തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് മെറ്റയുടെ മാപ്പപേക്ഷ. 2024 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലിരുന്ന പല പാർട്ടികളും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടില്ല എന്ന മാർക്കിന്റെ നിരീക്ഷണം പല രാജ്യങ്ങളിലും സംഭവിച്ചു. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല. മാർക്കിന്റെ ഭാഗത്തുനിന്ന് വന്ന ഈ അശ്രദ്ധമായ തെറ്റിനെ ഞങ്ങൾ ക്ഷമ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യ മെറ്റയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമായി തുടരുമെന്നും ശിവനാഥ് തുക്രൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പോസ്റ്റിനു താഴെ കുറിച്ചു. 2024 ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് മാർക്ക് സക്കർബർഗ് നടത്തിയ പരാമർശവുമായി ബന്ധപ്പെട്ട് നേരത്തെ മെറ്റയ്ക്ക് സമൻസ് അയക്കാൻ പാർലമെന്ററി സമിതി തീരുമാനിച്ചിരുന്നു. വ്യാജ വിവരം പ്രചരിപ്പിച്ചതിനാണ് സമൻസ് അയക്കുന്നതെന്നാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നിഷികാന്ത് ദുബൈ MP പറഞ്ഞത്. കോവിഡ് മഹാമാരി ലോകരാജ്യങ്ങളിൽ നിലവിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാരുകളുടെ വിശ്വസ്തത ഇല്ലാതാക്കിയെന്നും ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഭരണകക്ഷി കനത്ത പരാജയം ഏറ്റുവാങ്ങിയെന്നും ജനുവരി 10 പ്രക്ഷേപണം ചെയ്ത പോഡ്കാസ്റ്റിലായിരുന്നു സക്കർബർഗ് നടത്തിയത്. 2024 തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയടക്കം മിക്ക രാജ്യങ്ങളിലും ഭരണകക്ഷി തോൽവി നേരിട്ടുന്ന തരത്തിലായിരുന്നു പരാമർശം. സക്കർബർഗിന്റെ പരാമർശത്തെ തിരുത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തെത്തിയിരുന്നു. സക്കർബർഗിന്റെ അവകാശവാദം തെറ്റാണെന്ന് പറഞ്ഞ് എക്സിൽ അശ്വിനി വൈഷ്ണവ് പോസ്റ്റിട്ടു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ 2024 തെരഞ്ഞെടുപ്പ് നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിൽ ജനങ്ങൾ ഒരിക്കൽ കൂടി വിശ്വാസമർപ്പിച്ചുവെന്നും വൈഷ്ണവ് കുറിച്ചു. കോവിഡ് മഹാമാരിക്ക് ശേഷം വിവിധ രാജ്യങ്ങളിലെ സർക്കാരുകളോട് ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ സക്കർബർഗ് അതിനുദാഹരണമായാണ് 2024 ഇന്ത്യയിലും ഭരണകക്ഷി പരാജയപ്പെട്ടെന്ന് പറഞ്ഞത്. സക്കർബർഗിൽ നിന്ന് വ്യാജ വിവരം പ്രചരിച്ചത് ഖേദകരമാണെന്നും സത്യവും വിശ്വാസ്യതയും ഉയർത്തിപ്പിടിക്കണമെന്നും മെറ്റയെ ടാഗ് ചെയ്ത് കേന്ദ്രമന്ത്രി കുറിച്ചിരുന്നു.